ശ്രീനിവാസന്റെ മൃതദേഹം ടൗൺ ഹാളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉദയംപേരൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനമായി മലയാളക്കരയുടെ ആകെ സ്നേഹം ഏറ്റുവാങ്ങി സിനിമാ കലാലോകത്തിൻ്റെ സ്നേഹം അപ്പാടെ ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീനിവാസൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയാണ് ചേതനയേറ്റ്. ഏറെ വൈകാരികമായാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാവരും തന്നെ പ്രതികരിച്ചതും അദ്ദേഹത്തെ ഓർത്തെടുത്തതും. മമ്മൂട്ടിയും മോഹൻലാലും അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിരുന്നു. ഹിറ്റ് കോംബോകളായിരുന്നു അവരൊക്കെ തന്നെയും. അവരെല്ലാം ദുഃഖത്തോടെ ശ്രീനിവാസൻ അരികിലിരിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. നിരവധി സിനിമകൾ, കഥാപാത്രങ്ങളൊക്കെയും ബാക്കി വെച്ചുകൊണ്ടാണ്, ചിന്തയും നർമ്മവും നിറഞ്ഞ സംഭാഷണങ്ങളൊക്കെയും ബാക്കി വെച്ചുകൊണ്ടാണ് ശ്രീനിവാസൻ വിട പറയുന്നത്. കാലാതിവൃത്തിയായ നിരവധി സിനിമകൾ ശ്രീനിവാസൻ മലയാളത്തിന് സംഭാവന ചെയ്തു. സിനിമ സന്ദേശമാക്കിയ ഒരു ജീവിതമായിരുന്നു ശ്രീനിവാസൻ്റേത് എന്ന് പറയേണ്ടി വരും. എത്ര സിനിമകളാണ് നമുക്കങ്ങനെ ഓർത്തെടുക്കാനാവുക. സാമൂഹിക രംഗത്തെ, സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ, സിനിമാ ലോകത്തെ ഒക്കെ തന്നെയും പ്രശ്നങ്ങൾ തുറന്നു കാണിച്ച, അല്ലെങ്കിൽ സർക്കാസം, അതിലെ ഹാസ്യം ഒക്കെ തന്നെ തുറന്നു കാണിച്ച ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ, അതൊക്കെയും ഇന്ന് സിനിമ ഇഷ്ടപ്പെടുന്നവർക്കുള്ളൊരു പാഠപുസ്തകം കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ദാസനും വിജയനും, നാടോടിക്കാറ്റിലെ ദാസനും വിജയനും ഒരു സമൂഹത്തിൻ്റെ തന്നെ പരിച്ഛേദമായി അടയാളപ്പെടുത്തുന്നവർ തന്നെയാണ്. ഈ രചനയിൽ പങ്കാളിത്തം ഇല്ല എങ്കിൽ പോലും ശ്രീനിവാസൻ അഭിനയിച്ച അറബിക്കഥ എന്ന സിനിമ, അത് പലപ്പോഴും രാഷ്ട്രീയ ശരികളുടെ പേരിൽ ചർച്ചയായ സിനിമയാണ്. ശ്രീനിവാസൻ അഭിനയിച്ച ക്യൂബ മുകുന്ദൻ എന്ന കഥാപാത്രം, അത് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, എളുപ്പത്തിൽ തങ്ങളുടെ നിന്ന് തോന്നിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. ഏറ്റവും വൈകാരികമായൊരു സിനിമയായിരുന്നു അത്. അർഹതയില്ലാത്തവർ സ്ഥാനത്ത് വരുന്നത് തടയേണ്ടതും, പാർട്ടിയോടും ജനങ്ങളോടുമുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കേണ്ടതും പാർട്ടി പ്രവർത്തകന്റെ കടമയാണ് എന്ന് അറബിക്കഥയിലെ ഡയലോഗിൽ ശ്രീനിവാസൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പാട്യത്ത് ജനിച്ചു വളർന്ന, കണ്ണൂരിൽ ജനിച്ചു വളർന്ന ശ്രീനിവാസന്റെ രാഷ്ട്രീയ ചിന്തകളൊക്കെ തന്നെയും വളരെ അടുത്ത് നിൽക്കുന്നത് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയങ്ങൾ എന്നുള്ളത് തന്നെയായിരുന്നു. മുബഷീർ ഇപ്പോഴും നമുക്ക് കാണാം, വലിയ ജനാവലിയാണ് അവിടെ ടൗൺ ഹാളിലുള്ളത്. ശ്രീനിവാസന്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് തിരിക്കും. നാളെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് അല്ലേ. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ മലയാള സിനിമ ഒന്നാകെ അങ്ങോട്ടേക്ക് ഒഴുകി വരികയായിരുന്നു. ബഷീർ ത്തിൽ വലിയൊരു ജനത്തിരക്ക് തന്നെയായിരുന്നു എറണാകുളം ടൗൺ ഹാളിൽ നമ്മൾ കണ്ടത്. 3 മണിയോടുകൂടി പൊതുദർശനം ഇവിടെ നിന്നും അവസാനിപ്പിച്ച് തൃപ്പൂണിത്തറയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ജനത്തിരക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ 3 മണിയും പിന്നിട്ട് ഏകദേശം 3:45, 3:45 സമയമെടുക്കുന്നു. ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സ്ത്രീയെ അവസാനമായിട്ടൊരു നോക്കു കാണുന്നതിനു വേണ്ടി, അദ്ദേഹത്തിന്റെ തിരക്കഥകൾ, സിനിമകളിലൂടെയൊക്കെ തന്നെ ഒരുപാട് ആസ്വദിച്ച, സിനിമകളൊക്കെ തന്നെ കണ്ട മലയാളികളാണ് അവസാനമായിട്ടൊരു നോക്ക് കാണുന്നതിനു വേണ്ടി എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തുന്നത്. മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞു, ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കി നേരെ തൃപ്പൂണിത്തറയിലെ വീട്ടിലേക്കാകും മൃതദേഹം കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങൾ അത്രത്തോളം ഹൃദയഭേദകമാണ് വിനീത. ഒരുപാട് ആളുകൾ സിനിമ, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ നിന്നും മാത്രമല്ല, ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും നിരവധി ആളുകൾ തന്നെയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിയെ അവസാനമായിട്ടൊരു നോക്കു കാണാൻ, അവസാനമായിട്ടൊന്ന് വിടചൊല്ലാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. തൃപ്പൂണിത്തറയിലെ വീട്ടിലും വലിയ ജനത്തിരക്ക് തന്നെയായിരുന്നു രാവിലെ മുതൽ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്നിറക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലും ഈ വഴിവക്കിലൊക്കെ തന്നെ നിരവധി ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആംബുലൻസിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരുപക്ഷെ
മലയാളികൾക്ക് അത്രയധികം മികച്ച സിനിമകൾ സമ്മാനിച്ചൊരു കൂട്ടുകെട്ടായിരുന്നു സത്യനന്ദിക്കാടും ശ്രീനിവാസനും തമ്മിലുള്ള കൂട്ടുകെട്ട്. സത്യനന്ദിക്കാട് നേരത്തെ തൃശ്ശൂരിൽ നിന്ന് പ്രതികരിച്ച സമയത്ത് അത്രത്തോളം വൈകാരികമായി സംസാരിച്ച് നമ്മൾ കണ്ടതായിരുന്നു. പിന്നീട് പൊതുദർശനം ഇവിടെ ആരംഭിച്ച ഘട്ടം മുതൽ ഏറ്റവും ഒടുവിൽ മൃതദേഹം പുറത്തിറക്കിയ സമയം വരെ അദ്ദേഹം കൂടെയുണ്ടായിരുന്നു. മലയാളത്തിന്റെ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടുന്ന വലിയ താരനിര തന്നെ ഇങ്ങോട്ടേക്ക് എത്തി. ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് മൃതദേഹം എടുക്കുന്ന സമയം വരെ അവസാനമായി പ്രിയപ്പെട്ട സുഹൃത്തിനോടൊപ്പം ചിലവഴിച്ചുകൊണ്ട് തന്നെയാണ് അവരൊക്കെ തന്നെ മടങ്ങിയിരിക്കുന്നത്. ശരിയാണ്. എത്ര ഓർമ്മകളാണ് അവർക്ക് പറയാനുണ്ടാവുക. അതെല്ലാം അവർ ഓർത്തെടുക്കുകയായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അദ്ദേഹത്തിന് ഒപ്പം പ്രവർത്തിച്ച സംവിധായകർ സത്യനന്ദിക്കാട് അദ്ദേഹത്തിന് രാവിലെ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. കണ്ണീരോടെയാണ് അദ്ദേഹം അവസാനമായി ശ്രീനിവാസനെ ഒരു നോക്ക് കാണാനെത്തിയത്.